എല്ലാ സമ്മേളനങ്ങളിലും ജനാധിപത്യ പ്രക്രിയ അനുസരിച്ചാണ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു, മേലെ സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഇത്രയും ജനാധിപത്യപരമായി പ്രക്രിയ പൂർത്തിയാക്കുന്ന അപൂർവം പാർട്ടികൾ മാത്രമേ രാജ്യത്തുള്ളൂ. CPIM അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ CPIM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളെ ഇത്തരത്തിൽ ജനാധിപത്യ പ്രക്രിയ പൂർത്തിയാക്കുന്ന പാർട്ടികളായിട്ടും ജനാധിപത്യ പാർട്ടി എന്ന് നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കാറില്ല. അവർ ജനാധിപത്യ പാർട്ടികളെന്ന് വിശേഷിപ്പിക്കുന്ന പാർട്ടികളിൽ ചിലത് ദശാബ്ദങ്ങളായി ഈ പ്രക്രിയ നടത്താറുമില്ല. പക്ഷെ എന്നാലും അവരെ ജനാധിപത്യ പാർട്ടി എന്നാണ് വിശേഷിപ്പിക്കുന്ന രീതി. 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ പ്രക്രിയ നേരത്തെ ആരംഭിച്ചു. 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ വെച്ച് വിജയകരമായി നടന്നത് നമ്മുടെയെല്ലാം ഓർമ്മയിലുണ്ടല്ലോ. വരുന്ന പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. കണ്ണൂർ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രാധാന്യം അത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതിലാണ് നിൽക്കുന്നത്. നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന് കൃത്യമായ ദിശാബോധം നൽകുന്നതിന് ആ പാർട്ടി കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്നു. മതനിരപേക്ഷ രാഷ്ട്രമായി രാജ്യം തുടരുന്നതിന് നല്ല വെളിച്ചം പകർന്ന പാർട്ടി കോൺഗ്രസ് ആയിരുന്നു അത്. നമ്മുടെ രാജ്യത്ത് BJP അപ്രതിരോധ്യമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ മുന്നേറ്റത്തെ സാധാരണ നിലക്ക് തടയാൻ കഴിയില്ല എന്നൊരു പൊതുപ്രതീതി സൃഷ്ടിക്കുന്നതിൽ BJPയും അവരുടെ കൂട്ടാളികളും വളരെ മുന്നോട്ട് പോയിരുന്നു എന്നത് നമുക്കറിയാം. നമ്മുടെ രാജ്യത്തുള്ള മാധ്യമങ്ങളും അതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. മാത്രമല്ല 3/2 ഭൂരിപക്ഷത്തോടെ BJP വീണ്ടും അധികാരത്തിൽ വരുമെന്നായിരുന്നു ഏറെക്കുറെ എല്ലാ വലതുപക്ഷ മാധ്യമങ്ങളും പ്രവചിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഈ നിലക്കാണ് മാറാൻ പോകുന്നത്. 3/2 ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്ന BJP ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഇല്ലാതാക്കുമെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കുമെന്നും
ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കുമെന്നെല്ലാമുള്ള പ്രചരണങ്ങളായിരുന്നു രാജ്യത്ത് നടത്തിയിരുന്നത്. അത്തരമൊരു സന്ദർഭത്തിലാണ് 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്നത്. രാജ്യത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ വളരെ വിശദമായി തന്നെ ആ പാർട്ടി കോൺഗ്രസ് വിലയിരുത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി പാർട്ടി എത്തിച്ചേർന്ന പ്രധാനപ്പെട്ട ചില നിഗമനങ്ങളുണ്ട്. BJPയെ തടയാനാകാത്തതല്ല എന്നതായിരുന്നു അതിൽ പ്രധാനം. BJP രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾ പിന്താങ്ങുന്നൊരു പാർട്ടിയല്ല. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം BJP രാജ്യത്ത് നടപ്പാക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് എതിരായാണ് ചിന്തിക്കുന്നത്. മതനിരപേക്ഷതയടക്കം അപകടപ്പെടുത്താൻ BJP ശ്രമിക്കുമ്പോൾ മതനിരപേക്ഷ രാഷ്ട്രമായി രാജ്യം നിലനിൽക്കണമെന്നാണ് ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ആഗ്രഹിക്കുന്നത്. ഈ ജനങ്ങളെ എങ്ങനെ ഒന്നിച്ചണിനിരത്താൻ കഴിയും? അങ്ങനെ ഒന്നിച്ചണിനിരത്തിയാൽ BJPയെ തടയാനാകും. ഇതായിരുന്നു പാർട്ടി കോൺഗ്രസ് എത്തിച്ചേർന്ന പ്രധാന നിഗമനം. അത് സാധ്യമാകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങളുടെ പ്രത്യേകതക്കനുസരിച്ചുള്ള നിലകളാണുള്ളത്. അതിൽ പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ പ്രബലമാണ്. അവരടക്കമുള്ള BJPയെ എതിർക്കാൻ തയ്യാറുള്ള മുഴുവൻ ആളുകളെയും സഹകരിപ്പിച്ചാൽ BJPയെ പരാജയപ്പെടുത്താനാകും. ഇതാണ് നാം കണ്ണൂർ പാർട്ടി കോൺഗ്രസ്സിൽ കണ്ട പ്രധാന കാര്യം. അതിനായി നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിലെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി വിലയിരുത്തിക്കൊണ്ടുള്ള കൂട്ടുകെട്ടുകളുണ്ടാവണം. അങ്ങനെ രാജ്യത്താകെ BJPയെ പരാജയപ്പെടുത്താനാണ്. ഇത്തരമൊരു തീരുമാനം നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാതെയുള്ള ഒന്നാണ്. ഇവർക്ക് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനത്തോടെയാണ് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങളടക്കം നേരിട്ടത്. കേരളത്തിലെ മാധ്യമങ്ങളിൽ പലതും അതുതന്നെ ആ ഘട്ടത്തിൽ ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നാം സ്വീകരിച്ച നിലപാട് പിന്നീട് രാജ്യം ഏറ്റെടുക്കുന്നതാണ് നാം കണ്ടത്. ഈ രാഷ്ട്രീയ നയം പ്രായോഗികമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടിയും നടത്തിയത്. അതിൻ്റെ ഭാഗമായി രാജ്യത്തുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ആശയവിനിമയം നടത്താൻ പാർട്ടി സന്നദ്ധമായി. ഇത് സാധ്യതപ്രായമായ ഒന്നാണ്. ഒരു
കേവലമായ ദിവാസ്വപ്നമല്ല എന്നത് രാജ്യത്തിൻ്റെ പൊതു സാഹചര്യം വിശദമായി പരിശോധിച്ചപ്പോൾ എല്ലാവർക്കും ബോധ്യമാകുന്ന നിലകൊള്ളുന്നു. അതിൻ്റെ ഭാഗമായി യോജിച്ച അന്തരീക്ഷം ഉയർന്നു വരണമെന്ന് കണ്ടതിൻ്റെ തുടർച്ചയുടെ പ്രത്യേക ഘട്ടത്തിലാണ് ഇന്ത്യ എന്ന പേരിലുള്ള BJP നേരിടാനുള്ള വിപുലമായ സംവിധാനം എല്ലാ BJP എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ചേർന്നുകൊണ്ട് ഒരുക്കുന്നത്. അതിൽ നമ്മുടെ അനുഭവം വിവിധ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ BJP വിരുദ്ധ വോട്ടുകൾ നല്ല രീതിയിൽ ഏകീകരിക്കാൻ കഴിഞ്ഞോ അവിടങ്ങളിൽ വലിയ മുന്നേറ്റം ഇന്ത്യ വേദിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പാർട്ടി സ്വീകരിച്ച നിലപാട് അത് പൊതുവിൽ രാജ്യത്തിന് ഗുണകരമായി ഭവിച്ചു. അപ്രതിരോധ്യം എന്ന് കരുതിയിരുന്ന BJP 3/2 ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന BJP കേവല ഭൂരിപക്ഷം കിട്ടാത്ത ഒരു പാർട്ടിയായി മാറുന്ന സ്ഥിതിയും ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. എങ്ങനെയായാലും മതനിരപേക്ഷ രാഷ്ട്രം ഇപ്പോൾ നിലനിൽക്കുന്നതിന് നാം കണ്ണൂർ പാർട്ടി കോൺഗ്രസ്സിലെടുത്ത നിലപാട് വലിയ തോതിൽ സഹായകമായി എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. അതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു സ്വഭാവം പലതും തകർക്കുന്ന നിലപാടാണ് BJP ഗവൺമെൻറ് തുടർച്ചയായി സ്വീകരിച്ചു വരുന്നത്. അതിലൊന്നാണ് ഫെഡറലിസം തകർക്കുന്ന നടപടികൾ. അപ്പോൾ ഫെഡറലിസം സംരക്ഷിക്കുക എന്ന നിലപാട് നാം ഉയർത്തിപ്പിടിച്ചു. അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ, സമീപനങ്ങൾ നമ്മുടെ നേതൃത്വത്തിൽ കേരളത്തിലെ LDF സർക്കാരും സ്വീകരിക്കുന്ന നിലയുണ്ടായി. ഇവിടെ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന തെറ്റായ സമീപനം ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത രീതിയിലുള്ള ഇടപെടലുകൾ സംസ്ഥാനങ്ങളുടെ അധികാരം മുഴുവൻ കേന്ദ്രത്തിന് കൈക്കലാക്കാനുള്ള വ്യഗ്രത, ഇത്തരം കാര്യങ്ങൾക്കെതിരെ വലിയ പോരാട്ടമാണ് നാം ഉയർത്തിക്കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ സുപ്രീം കോടതിയിലടക്കം ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാനും നാം ശ്രമിക്കുകയുണ്ടായി. അതുമാത്രമല്ല, രാജ്യത്ത് ഇത്തരം പ്രശ്നങ്ങളിൽ സഹകരിക്കാൻ തയ്യാറുള്ളവരെ ആകെ കൂട്ടിയോജിപ്പിക്കാൻ ഉള്ള ഇടപെടലും നമുക്ക് നടത്താനായി. സംസ്ഥാനം കേരളം മാത്രമാണ്. ഇത് BJPക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതും വിവിധ തരത്തിലുള്ള നടപടികളിലൂടെ സംസ്ഥാനത്തോട് സ്വീകരിക്കുന്ന നടപടികളിലൂടെ BJP സർക്കാർ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെയും സർക്കാർ എന്ന നിലയിൽ കേരളത്തിലെ LDF സർക്കാരിനെയും തകർക്കുക, ഈ നയമാണ് BJP സ്വീകരിച്ചു പോകുന്നത്.
അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇടപെടലുകൾ നേരത്തെ മുതൽ തന്നെ അവർ നടത്തി വരികയാണ്. ഇപ്പോൾ അത് കൂടുതൽ ശക്തമായിരിക്കുന്നു. ശക്തമായി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാർ മുഴുകിയിരിക്കുന്നു. നമ്മുടെ സാഹചര്യങ്ങളിൽ വന്ന മാറ്റമുണ്ട്. നേരത്തെ സംസ്ഥാനങ്ങൾക്ക് വരുമാനമുണ്ടാക്കാനുള്ള മാർഗം അത് നികുതി പിരിക്കലായിരുന്നു. പക്ഷേ നികുതി പിരിക്കാനുള്ള അധികാരം GSTയുടെ വരവോടെ സംസ്ഥാന സർക്കാരുകളുടെ കയ്യിൽ നിന്ന് പോയി. അത് മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലായി. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി വിഭവം കണ്ടെത്താനുള്ള വലിയ പരിമിതികൾ നിലനിൽക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഈ ഘട്ടത്തിൽ സംസ്ഥാനത്ത് ലഭിക്കേണ്ട വിഹിതം, നികുതി വിഹിതം കൃത്യമായി ലഭിക്കുക എന്നത് പ്രധാനമാണ്. പക്ഷേ നമ്മുടെ അനുഭവം നേരെ വിപരീതമായാണ് വന്നത്. സംസ്ഥാനത്തിന് നേരത്തെ ലഭിച്ചിരുന്നതിൽ 57,000 കോടി രൂപയുടെ കുറവ് സംഭവിച്ചു എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്നത് സ്വന്തമായി സംസ്ഥാനം ഉണ്ടാക്കുന്ന വരുമാനമുണ്ട്. പക്ഷെ അതുമാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വരുമാനം, അതോടൊപ്പം കേന്ദ്രവിഹിതമായി നമുക്ക് ലഭിക്കേണ്ട തുകയുണ്ട്. അതിനോടൊപ്പം സംസ്ഥാനത്തിന് വിവിധ ഇനങ്ങളിൽ എടുക്കേണ്ട വായ്പയുണ്ട്. ആ വായ്പയും കൂടി ചേരുമ്പോഴാണ് സംസ്ഥാനത്തിൻ്റെ മൊത്തം തുകയായി മാറുക. ഇവിടെ വായ്പയുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള വിവേചനം നാം അനുഭവിക്കുകയുണ്ടായി. ആ കണക്കും നേരത്തെ നാം വ്യക്തമാക്കിയതാണ്. 1,07,000 കോടി രൂപ ലഭിക്കാത്ത സ്ഥിതി ഉണ്ടായി എന്നത് നേരത്തെ തന്നെ നാം വ്യക്തമാക്കിയതാണ്. ഒരു തരത്തിലുള്ള സാമ്പത്തിക ഉപരോധമാണ് സംസ്ഥാനത്തിന് നേരെ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഈ സാമ്പത്തിക ഉപരോധത്തിൻ്റെ ഭാഗമായി അവരുദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ മുന്നോട്ട് പോക്ക് തടയലാണ്, കേരളത്തിൻ്റെ വികസനത്തിന് പ്രതിസന്ധികൾ സൃഷ്ടിക്കലാണ്. അതാണ് അവർ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് 1957 EMS സർക്കാരാണ് ആദ്യ അടിത്തറയിടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കേരള വികസനത്തിൻ്റെ കരുത്തിനെ നിലനിർത്തിയും ദൗർബല്യങ്ങൾ പരിഹരിച്ചും പുതിയ ലോക സാഹചര്യം കണക്കിലെടുത്തും മുന്നോട്ട് പോകുന്നതിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. അത്തരമൊരു നിലപാടിൻ്റെ ഭാഗമായാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നവകേരള സൃഷ്ടി എന്ന കാഴ്ചപ്പാട് തന്നെ നാം മുന്നോട്ട് വെക്കുന്നത്. നവകേരള സൃഷ്ടിക്ക് ഏറ്റവും പ്രധാനമായി നാം കണ്ടതും മുന്നോട്ട് വെച്ചതും വൈജ്ഞാനിക സമൂഹം സൃഷ്ടിക്കുക എന്തായിരുന്നു. എല്ലാ മേഖലയിലും ആധുനിക വിജ്ഞാനത്തെ ഉപയോഗപ്പെടുത്താനാവണം. അതിൻ്റെ ഭാഗമായി ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുക
ഇതാണ് പ്രധാന ലക്ഷ്യമായി നാം കണ്ടത്. അതോടൊപ്പം നമ്മുടെ പരമ്പരാഗതമായ അറിവുകളെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി ഉപയോഗപ്പെടുത്തുക, ഇതുകൂടിയായിരുന്നു ആ കാഴ്ചപ്പാട്. അങ്ങനെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിച്ച് അവ നീതിയുക്തമായി വിതരണം ചെയ്യാനുള്ള പദ്ധതികളാണ് നാം പ്രഖ്യാപിച്ചത്. അത്തരത്തിൽ വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കണമെങ്കിൽ സർവകലാശാലകൾ ഉന്നത നിലവാരത്തിലെത്തണം. അത് പ്രധാനമാണ് എന്ന് നാം കാണുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇടപെടലുകൾ, അതിൻ്റെ ഭാഗമായാണ് 3 വിദ്യാഭ്യാസ കമ്മീഷനുകളെ നാം ചുമതലപ്പെടുത്തിയത്. ആ വിദ്യാഭ്യാസ കമ്മീഷനുകൾ കൃത്യമായ ശുപാർശകൾ നൽകി. ഉന്നത വിദ്യാഭ്യാസം അതിൻ്റെ അടിസ്ഥാനത്തിൽ അഴിച്ചുപണിയുന്നതിനും പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ മറികടക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നതിനും നാം നിശ്ചയിച്ചു. അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഫലപ്രദമായി മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നല്ല മാറ്റമാണ് സംഭവിച്ചത്. നമ്മുടെ സർവകലാശാലകൾ പലതും ഇന്ന് ഉന്നത നിലവാരത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ രാജ്യത്തെ സർവകലാശാലകളിൽ ആദ്യത്തെ 12 എണ്ണം എടുത്താൽ അതിൽ 3 എണ്ണം റാങ്കിങ്ങിൽ കേരളത്തിലുള്ളവയാണ്. 9ാം സ്ഥാനത്ത് കേരളയും 10ാം സ്ഥാനത്ത് കൊച്ചിയും 11ാം സ്ഥാനത്ത് ഗാന്ധിയും. ഈ 3 യൂണിവേഴ്സിറ്റികൾ ആദ്യത്തെ 12ൽ തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 43ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ നല്ല മാറ്റം ഈ രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അനുഭവം. കോളേജുകളെടുത്താൽ ആദ്യത്തെ 100 കോളേജുകൾ, അതിൽ 16 കോളേജുകൾ കേരളത്തിൽ നിന്നുള്ളതാണ്. രാജ്യത്തെ 100 കോളേജുകളിൽ 16 എണ്ണം കേരളത്തിൽ നിന്ന്. ഇതേ റാങ്കിങ്ങിൽ തന്നെ 300 കോളേജുകൾ എടുത്താൽ അതിൽ 71 എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ്. അവയിൽ 16 എണ്ണം സർക്കാർ കോളേജുകളുമാണ്. അപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നല്ല മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇതുകൊണ്ടെല്ലാം ആയി എന്നല്ല, ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സർവകലാശാലകളെ ഗവൺമെന്റ് ഉപയോഗപ്പെടുത്തി ആ സർവകലാശാലകളുടെ പ്രവർത്തനത്തെ ആകെ അവതാളത്തിലാക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ നേരത്തെ സ്വീകരിച്ചത് എന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൻ്റെ കാര്യത്തിൽ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ സെനറ്റ് അംഗങ്ങളെ നിയമിക്കുന്ന കാര്യത്തിൽ എല്ലാം തെറ്റായ ഇടപെടലുകൾ നിരവധിയാണ് കേരളത്തിൽ ഉണ്ടായത്. ഫെഡറൽ സംവിധാനത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന സമീപനമാണിത്. ഇതിനെതിരെ നയപരമായി സർക്കാർ നീങ്ങിയിട്ടുണ്ട്. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടങ്ങളും നല്ല രീതിയിൽ
സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ നാം ആലോചിക്കേണ്ട ഒരു കാര്യം, നേരത്തെ എല്ലാ ഘട്ടത്തിലും നാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിൻ്റെ സമീപനം. ബി ജെ പിക്ക് എതിരായി ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നുവെന്നാണല്ലോ കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളും അവകാശപ്പെടുന്നത്. പക്ഷേ കേരളത്തിൻ്റെ അനുഭവത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകളെയും നയസമീപനങ്ങളെയും പിന്താങ്ങുന്ന നിലയാണ് കോൺഗ്രസും സഖ്യകക്ഷികളും സ്വീകരിച്ചത് എന്നാണ് നമ്മുടെ അനുഭവം. ഏറ്റവും വിസ്മയകരമായ കാര്യം, ഇത്തരത്തിൽ നിയോഗിക്കപ്പെട്ട അംഗങ്ങളിൽ UDF-ന്റെ പിന്തുണക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 1-2 സീറ്റ് കൊടുത്താൽ അവരെ തൃപ്തിപ്പെടുത്താമെന്ന കാഴ്ചപ്പാടാണ് BJP വെച്ചു പുലർത്തിയത്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം പ്രശ്നമല്ല, LDF-നെ മാത്രം ബാധിക്കുന്നൊരു പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഫെഡറലിസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന സമീപനമാണ്. ഫെഡറലിസത്തിന് വേണ്ടി പൊരുതുന്നുവെന്ന് കോൺഗ്രസും അവരോടൊപ്പമുള്ള സഖ്യകക്ഷികളും അവകാശപ്പെടാറുണ്ട്. പക്ഷേ ഫെഡറലിസത്തെ തകർക്കുന്ന BJP സമീപനത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് ഈ കക്ഷികൾ സ്വീകരിച്ചു വന്നത് എന്നാണ് നമ്മുടെ അനുഭവം. ഇവിടെ സർവകലാശാലകൾ ദുർബലപ്പെട്ടാലും നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളുടെ ജീവിതം തകർന്നാലും അധികാരം കിട്ടാനുള്ള വഴി 4 വോട്ടും കുറച്ച് സീറ്റും നേടുന്നതിനുള്ള വഴി സ്വീകരിക്കുക, ഇതാണ് UDF എടുക്കുന്ന നിലപാട് എന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന വൈജ്ഞാനിക സമൂഹ സൃഷ്ടി, ഇതിനെ തകർക്കുക എന്ന കാര്യത്തിൽ ഒരു ഭാഗത്ത് BJP, അതോടൊപ്പം UDF അതിനോട് യോജിച്ചു നിൽക്കുന്നു എന്നതാണ് വിസ്മയകരമായ കാര്യം. ഇവിടെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ സംസ്ഥാനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ദുരന്തങ്ങളുടെ കാര്യത്തിലും ഇതേ നില തന്നെയാണ് കോൺഗ്രസും UDF-ഉം സ്വീകരിച്ചതെന്ന് കാണാൻ പറ്റും. ഇത്തവണ വയനാട് ദുരന്തമുണ്ടായപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ MP-മാരെല്ലാവരും ഒന്നിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ കണ്ടത് മറന്നുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ മറ്റെല്ലാ കാര്യങ്ങളിലും ഇതേ നിലപാട് തന്നെയാണ് തുറന്നു വന്നത്. കഴിഞ്ഞ ദുരന്തങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തെ ഏത് രീതിയിലെല്ലാം വിഷമിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചു എന്നത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. സഹായം തന്നില്ല എന്ന് മാത്രമല്ല, സഹായം നൽകാൻ തയ്യാറുള്ളവരെ മുടക്കി, സഹായം സ്വീകരിക്കാൻ വേണ്ടി വിവിധ രാജ്യങ്ങളിൽ പോയി സഹായം സ്വീകരിക്കേണ്ടതിന് അനുമതി നൽകാത്ത നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു. അതിനോടൊന്നും ഒരു തരത്തിലുള്ള എതിർപ്പും കേരളത്തിലെ UDF ആ ഘട്ടത്തിൽ രേഖപ്പെടുത്തിയുമില്ല. ഇവിടെ എന്തുകൊണ്ടാണ് ഈ തരത്തിൽ ശത്രുതാപരമായ നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്? അവർക്ക് ഒരു തരത്തിലും നാം നടപ്പിലാക്കുന്ന ബദൽ നയങ്ങൾ അതുമായി പൊരുത്തപ്പെടാനാകുന്നില്ല. ഇപ്പോൾ ആഗോളവൽക്കരണ നയങ്ങൾക്കും വർഗീയതക്കും എതിരെയുള്ള ഉറച്ച നിലപാടാണ് നമുക്കുള്ളത്. ആ നിലപാടിൽ നിന്നുകൊണ്ട് പൊരുതുന്ന നിലപാടാണ് നാം സ്വീകരിക്കുന്നത്. അതിനോട് കേന്ദ്ര സർക്കാരിന് പൊരുത്തപ്പെടാനാകുന്നില്ല. കേന്ദ്ര സർക്കാർ
പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുവിലക്കുന്നു. അപ്പോൾ സംസ്ഥാനം സ്വീകരിക്കുന്ന ആ സ്ഥാപനങ്ങൾ തങ്ങളെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാമെന്നുള്ളതാണ്. പക്ഷെ അതിനും കേന്ദ്രം തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ പേപ്പർ മില്ല് അത് വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ പൊതുമാർക്കറ്റിലടക്കം പോയാണ് അത് സ്വന്തമാക്കുന്ന നിലപാട് നാം സ്വീകരിച്ചത്. ചില കാര്യങ്ങളിൽ സംസ്ഥാനമോ സംസ്ഥാനത്തെ ഗവൺമെൻറ്റോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ ആ ബില്ലിങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന നിലപാടും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൂർണ്ണമായും സ്വകാര്യ മേഖലയിൽ ഏൽപ്പിക്കുക. അതാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായത് എന്ന് നമുക്കറിയാം. അപ്പോൾ സംസ്ഥാന സർക്കാരിനെ തഴഞ്ഞ് സ്വകാര്യ മേഖലയ്ക്ക് ഏൽപ്പിക്കുക, സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കുക, ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനം. ഇത് വ്യവസായ മേഖലയിൽ മാത്രമല്ല, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും സ്വകാര്യവൽക്കരണം കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട നയമായി മാറിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് നാം സ്വീകരിച്ചത് നമുക്കറിയാം. മിഷനുകളുടെ പ്രവർത്തനത്തിലൂടെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഫലപ്രദമായി ഇടപെടുന്നതിനാണ് സർക്കാർ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥ ആരോഗ്യരംഗത്തിനും വിദ്യാഭ്യാസ രംഗത്തിനും ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്നതാണ് നമ്മുടെ അനുഭവം. അതോടൊപ്പം തന്നെ ആഗോളവൽക്കരണ നയത്തിൻ്റെ ഭാഗമായി ക്ഷേമ പദ്ധതികളിൽ നിന്ന് സർക്കാർ പിന്മാറുക എന്നതാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ട നയം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നെങ്കിലും ഈ ക്ഷേമ പദ്ധതികൾ സംരക്ഷിക്കുക, ആ നിലപാടാണ് നമ്മുടെ ബദൽ നയത്തിൻ്റെ ഭാഗമായി കേരളം സ്വീകരിച്ചത്. രാജ്യത്താകമാനം വർഗീയ കലാപങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന അവസ്ഥയാണ് കാണാൻ നമുക്ക് കഴിയുക. കഴിഞ്ഞ വർഷം വർഗീയ കലാപങ്ങളുടെ എണ്ണത്തിൽ 84% വർധനവുണ്ടായി എന്നാണ് പുറത്തു വന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇവിടെ അത്തരമൊരു കലാപങ്ങൾ നടക്കുന്നത് 2023 32 വർഗീയ കലാപങ്ങളാണ് രാജ്യത്തുണ്ടായത്. കഴിഞ്ഞ വർഷം അത് 46 വർദ്ധിച്ചു. ഇതിനുള്ളൊരു പ്രത്യേകത, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവിടങ്ങളിലാണ് ഈ 46 വർഗീയ സംഘർഷങ്ങൾ അരങ്ങേറിയത്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്. ഇവിടെ ബുൾഡോസറുകൾ ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളും വീടുകളും മറ്റും ഇടിച്ചു നിരത്തുന്നത് പലപ്പോഴും വാർത്തയായി വരുന്നുണ്ട്. വലിയ ഇടപെടലുകൾ അതിനെതിരെ നടന്നതും ബൃന്ദയടക്കമുള്ള നേതാക്കൾ ഇടപെട്ട് നടത്തിയ പ്രക്ഷോഭങ്ങളുമെല്ലാം രാജ്യത്തിൻ്റെ ശ്രദ്ധയിലുള്ളതാണ്. ഇത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളുടെ ഭാഗമാണ്. കാണേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക ന്യൂനപക്ഷത്തിന് നേരെ മാത്രമല്ല, വ്യാപകമായി മുസ്ലിം ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുന്നു. എന്നാൽ ക്രൈസ്തവ ജനവിഭാഗത്തിനെതിരായ ആക്രമണങ്ങളും വർദ്ധിക്കുന്നുവെന്നാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട കണക്കുകളിലൂടെ കാണുന്നത്. 2014
127 ആക്രമണമായിരുന്നു ക്രൈസ്തവർക്കെതിരെ നടന്നത്. 10 വർഷം കഴിഞ്ഞപ്പോൾ 2024 അത് 834 വർദ്ധിച്ചു. വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ വ്യാപകമാവുകയാണ്. രാജ്യത്ത് വർഗീയ ശക്തികൾക്ക് ഇടം കൊടുക്കാത്ത ഏക സംസ്ഥാനം അത് കേരളമാണ് എന്ന് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുകയാണ്. മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ ബദൽ നയങ്ങൾ മുന്നോട്ട് വെക്കുന്നതിൽ എല്ലാം LDF സർക്കാർ ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നുവെന്നാണ് ഇത് കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെതിരെ വർഗീയ സംഘടനകൾ പലവിധത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നത്. ഇവിടെ മതരാഷ്ട്രം വേണമെന്ന് ചിന്തിക്കുന്ന ശക്തികൾ അത് ഭൂരിപക്ഷ വർഗീയതയുമുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുമുണ്ട്. മതനിരപേക്ഷത വേണ്ട, മതാധിഷ്ഠിത രാഷ്ട്രമാകണമെന്നാണ് RSS സംഘപരിവാരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയും ഇതേ കാഴ്ചപ്പാട് തന്നെയാണ്. അവരും മതാധിഷ്ഠിത രാഷ്ട്രമാണ് സ്വപ്നം കാണുന്നത്. അപ്പോൾ ഇവരുടെയെല്ലാം പൊതുവായ സമീപനം മതനിരപേക്ഷ സമൂഹം ഇല്ലാതാക്കുക എന്നതാണ്. ഇപ്പം എല്ലാ വർഗീയ ശക്തികളുടെയും പൊതു ലക്ഷ്യം ഇതാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മതനിരപേക്ഷ സമൂഹം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നിലപാട് അത് വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ്. അതാണ് പാർട്ടി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണേണ്ട കാര്യം. മതനിരപേക്ഷ സമൂഹത്തെ തകർക്കുക, മതനിരപേക്ഷത തകർക്കുക. അപ്പോൾ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നവരെയും തകർക്കണം എന്നാണ് അവർ കാണുന്നത്. മതനിരപേക്ഷത തകർക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ മതനിരപേക്ഷത തകർക്കുന്നതിൻ്റെ ആദ്യപടിയായി മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരെ തകർക്കണം. അതിൻ്റെ ഭാഗമായി ഉള്ള നടപടികൾ വിവിധ തരത്തിൽ ഇത്തരം ശക്തികൾ നടത്തുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ അവർ രണ്ടു കൂട്ടരും ഒന്നിച്ചാണ്. മതനിരപേക്ഷത തകർക്കണമെന്നാണ് ഒരു ഭാഗത്ത് സംഘപരിവാർ ആഗ്രഹിക്കുന്നത്, മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയും SDP എല്ലാം ആഗ്രഹിക്കുന്നത്. അവരെല്ലാം ഒന്നായി നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ ഒന്നിച്ചു നീങ്ങുന്നതിൻ്റെ പൊരുളും ഇതാണ് എന്നത് കാണണം. ഈ രാഷ്ട്രീയം കൃത്യമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെ UDFൻ്റെ കേരളത്തിലെ അജണ്ട അത് ഒരു പ്രത്യേക നിരാശയിൽ നിന്നുകൂടി ഉടലെടുക്കുന്നതാണ് എന്ന് നാം കാണണം. കുറച്ചു വർഷമായി സംസ്ഥാന ഭരണത്തിൽ UDF ഇല്ല. അപ്പോൾ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് മാർഗം ഉപയോഗിച്ചായാലും അധികാരത്തിൽ തിരിച്ചു വരണം എന്നാണ് UDF കാണുന്നത്. അത് ഉതകുന്ന സമീപനമാണ് കോൺഗ്രസും മറ്റും സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് പലയിടത്തും BJPയുമായുള്ള സഹകരണം. അതിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായും SDP-യുമായെല്ലാം ഒന്നിച്ച് നീങ്ങുന്ന കാഴ്ച. ഇതൊക്കെ ഏത് മാർഗത്തിലും അധികാരത്തിൽ തിരിച്ചു വരിക എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സംസ്ഥാനത്ത്
LDF സർക്കാരിൻ്റെ ഭരണം തുടർന്നാൽ അത് വർഗീയവാദികൾക്ക് വലിയ തോതിൽ തിരിച്ചടിയായി വരും എന്ന് വർഗീയ ശക്തികൾ കാണുന്നുണ്ട്. വർഗീയതയ്ക്ക് വളരാനും ശക്തിപ്പെടാനും LDF അല്ലാത്ത ഒരു സംവിധാനമായിരിക്കണം ഇവിടെ ഉണ്ടാകേണ്ടത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ഭരണത്തെ തകർക്കണം എന്നത് അവരും വർഗീയ ശക്തികളും കാണുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വർഗീയ ശക്തികൾ അവരുടെ താല്പര്യം വെച്ചുകൊണ്ട് ഇത്തരമൊരു നിലപാടെടുക്കുന്നു, മറുഭാഗത്ത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചു വരണമെന്ന ആഗ്രഹം UDF-നും. ഇതിൻ്റെ ഭാഗമായാണ് ഒരു പൊതുയോജിപ്പ് അവർ തമ്മിൽ ഉണ്ടായി വരുന്നത് എന്നത് കാണാൻ നമുക്ക് കഴിയും. ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അജണ്ടകൾ പരിശോധിച്ചാലും ഇതിനനുസൃതമായ രീതിയിൽ രൂപപ്പെടുത്തുന്നു എന്താണ് കാണാൻ നമുക്ക് സാധിക്കുക. തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം സംഘടനകളെ ആകെ തങ്ങളോടൊപ്പം അണിനിരത്തുക, ഈ നിലപാടാണ് UDF-ഉം കോൺഗ്രസും ലീഗും പ്രധാനമായി ചെയ്തു വന്നത്. ഇത്തരം ജനവിഭാഗങ്ങളിൽ നല്ല രീതിയിൽ സ്വാധീനം പാർട്ടിക്ക് ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തിരിച്ചറിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ സ്വാധീനത്തെയും അവർ ആശങ്കയോടെയാണ് കാണുന്നത്. അപ്പം അതിനെ നേരിടുന്നതിന് ജമാഅത്തെ ഇസ്ലാമിയെയും SDPI-യെയും കൂടെ നിർത്തി ഒരു തുറന്ന സഖ്യം എന്ന നിലയിൽ ആകാമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ചിന്തിക്കുകയാണ്. ഇത് നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തിടത്താണ് എത്തിച്ചേരുക. ഇവിടെ വർഗീയത ശക്തിപ്പെട്ടാൽ ദുർബലമാകുന്നത് മതനിരപേക്ഷ സമൂഹമായിരിക്കും. ആത്യന്തികമായി അവരവരെ തന്നെ അത് ദുർബലപ്പെടുത്താൻ ഇടയാക്കുമെന്നത് കോൺഗ്രസും ലീഗും തിരിച്ചറിയണം. പക്ഷേ ആ രീതിയിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. വർഗീയ ശക്തികൾ മതത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ അധികാരം പിടിക്കാനാകുമോ എന്നാണ് നോക്കുന്നത്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ രാജ്യത്ത് നമ്മുടെ മുന്നിലുണ്ട്. അതിനവർ തുടർച്ചയായി ശ്രമിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിനെതിരെ യഥാർത്ഥ മതവിശ്വാസികൾ തന്നെ രംഗത്ത് വരേണ്ട ഒരു ഘട്ടമാണിത്. ഇപ്പോൾ ഹിന്ദുത്വ വർഗീയത, അതിനെതിരെ നമുക്കറിയാം ശക്തമായ നിലപാടായിരുന്നു ഗാന്ധിജി സ്വീകരിച്ചിരുന്നത്. അതേപോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ് ആ കാലത്ത് ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായുള്ള കാര്യമാണ്. ഇവിടെ നമ്മുടെ കേരളത്തിലെടുത്താലും ഈ മതരാഷ്ട്രവാദികൾക്കെതിരെ ശക്തമായ നിലപാടുകൾ മതവിശ്വാസികളായ ആളുകൾ സ്വീകരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കുക. അപ്പോൾ ഒരു ഘട്ടത്തിലും ഇത്തരം മതവിശ്വാസികൾക്കെതിരെ സാധാരണഗതിയിൽ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇടപെടലാണ് വർഗീയ ശക്തികളും അവരെ പിന്തുണക്കുന്നവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മതമല്ല അവർക്ക് പ്രശ്നം, വർഗീയതയാണ്. മതവിശ്വാസികൾ വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ മതവിശ്വാസികൾക്കെതിരെ സാധാരണഗതിയിൽ അംഗീകരിക്കാൻ പറ്റാത്ത നിലപാട് ഈ വർഗീയ ശക്തികൾ സ്വീകരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ മതസമൂഹത്തെ
വർഗീയവൽക്കരിക്കുന്ന ഉദ്ദേശമുള്ളതാണ്. അതുവഴി ആ വിഭാഗത്തിനകത്തെ മതനിരപേക്ഷ ശക്തികളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. മതനിരപേക്ഷത വലിയ തോതിൽ ആപത്തിലേക്ക് നയിക്കുന്നതിനുള്ള നടപടികളാണ് ഇക്കൂട്ടർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ മതനിരപേക്ഷ കക്ഷികളുടെ പിന്തുണ ഇത്തരം ശക്തികൾക്ക് നൽകുമ്പോൾ അത് മതനിരപേക്ഷതയാണ് ആത്യന്തികമായി ദോഷകരമായി ബാധിക്കുക എന്നത് കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ ദുർബലപ്പെടുത്താനും അധികാരം പിടിക്കാനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ മതനിരപേക്ഷ സമൂഹത്തെ തന്നെ തകർക്കാനേ ഇടയാക്കൂ എന്നത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത കാലത്ത് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശക്തമായ നീക്കങ്ങൾ നടക്കുന്നത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഓരോ മനുഷ്യനും അതതാളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ അവകാശമുള്ള രാഷ്ട്രമാണ് നമ്മുടേത്. അത് ഉറപ്പു നൽകുന്ന ഭരണഘടനയാണ് നമുക്കിവിടെയുള്ളത്. വിശ്വാസത്തിൻ്റെ ഭാഗമായി ജീവിക്കാൻ അവകാശം നൽകുമ്പോൾ തന്നെ ഒരു മതത്തിലും വിശ്വസിക്കാതെ ജീവിക്കുന്നതിനുമുള്ള അവകാശം ഭരണഘടന ഉറപ്പാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യം നമ്മുടെ സമൂഹം ഒരു മതനിരപേക്ഷ സമൂഹമായി തുടരേണ്ടതിൻ്റെ ആവശ്യകത ഇതാണ് പാർട്ടി കൃത്യമായി വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വർഗീയതയെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുന്ന രീതി പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല എന്ന് കാണാൻ നമുക്ക് സാധിക്കും. 4 വോട്ടിന് വേണ്ടി വർഗീയതയുമായി സമരസപ്പെടുന്ന നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ വർഗീയ ശക്തികൾ മതവികാരത്തെ ഇളക്കിവിടുക, പരസ്പരം ഏറ്റുമുട്ടിക്കുക, അങ്ങനെ തങ്ങളുടെ പിന്തുണ വർദ്ധിപ്പിക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, ഇതാണ് എല്ലാ കാലത്തും ചെയ്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് പൊതുവെ വർഗീയ ശക്തികളുടെ നിലപാട് പൊതു മതനിരപേക്ഷതയ്ക്ക് വലിയ ആപത്ത് സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ സാധാരണ നിലക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാധാരണ ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, അതെല്ലാം വിവിധ ജനവിഭാഗങ്ങൾ ഒത്തുചേരുന്ന പരിപാടികളാണ്. അവയെ അതിൻ്റെ സ്വഭാവം തകർത്ത് മറ്റൊരു സ്വഭാവത്തിലേക്ക് എത്തിക്കുന്നതിനും ഇക്കൂട്ടർ ഇടപെടുന്നതായി കാണാൻ നമുക്ക് കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ യഥാർത്ഥ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെങ്കിൽ വർഗീയ സംഘടനകളെയും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ ശക്തികളെയും ഒറ്റപ്പെടുത്തുക എന്നത് പ്രധാനമാണ്. ആ ഒറ്റപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് മതവിശ്വാസികൾ ഉൾപ്പെടെയുള്ള മതനിരപേക്ഷവാദികൾ അണിനിരക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വർഗീയവാദികൾക്കെതിരായുള്ള ചെറുത്തുനിൽപ്പ് കേരളീയ സമൂഹത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് അനിവാര്യമാണ് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് മതരാഷ്ട്രവാദം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് BJP തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദത്തെ നമ്മുടെ രാജ്യത്തിലെ കുത്തകകളും പ്രോത്സാഹിപ്പിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നയം സാധാരണ ജനങ്ങൾക്കിടയിൽ ജീവിത ദുരിതങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ സർക്കാരിനെതിരാകും. ഇത്തരമൊരു സ്ഥിതിവിശേഷത്തെ മറികടക്കാൻ യഥാർത്ഥ ജീവൽ പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുക, ആ ശ്രദ്ധ വഴിതിരിച്ചു വിടുക, അതിനാണ് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നത്. അപ്പോൾ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുക എന്നത്
വർഗീയ ശക്തികൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതേസമയം തന്നെ അത് കോർപ്പറേറ്റുകളുടെയും താല്പര്യമാണ്. കാരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള നയം നടപ്പിലാക്കുമ്പോഴാണ് ജീവൽ പ്രശ്നങ്ങൾ വലിയൊരു ഉയർന്നു വരുന്നത്. അതിൽ ശ്രദ്ധിക്കപ്പെടാതിരിക്കുക, അത് വഴിതിരിച്ചു വിടുക. അപ്പോ ആ വഴിതിരിച്ചു വിടുന്ന വർഗീയ ശക്തികളെ പിന്താങ്ങുന്ന നിലപാട് കോർപ്പറേറ്റുകളും സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് സംഘപരിവാറിനെ എല്ലാ തരത്തിലും പിന്തുണക്കാൻ കോർപ്പറേറ്റുകൾ തയ്യാറാകുന്നത് എന്നത് കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഹിന്ദുത്വ അജണ്ടയാണ് രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഫെഡറലിസത്തെ തകർക്കുക, സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങൾ ഇല്ലാതാക്കുക, അങ്ങനെ ഒറ്റ കമ്പോളം എന്ന കോർപ്പറേറ്റ് താല്പര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് പ്രതിരോധമുയർത്തുക എന്നത് ഈ സാഹചര്യത്തിൽ പ്രയാസകരമായി തീരുക എന്നതും വന്നു ഭവിക്കുകയാണ്. അതുകൊണ്ടാണ് ഫെഡറലിസത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങളെ കോർപ്പറേറ്റുകൾ താൽപര്യപൂർവ്വം പിന്തുണക്കുന്നത്. രാജ്യത്തെ മതരാഷ്ട്രമാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു പ്രധാന ഘടകം നേരത്തെയുള്ള സുപ്രീം കോടതി വിധിയാണ്. അത് കേശവാനന്ദ ഭാരതി കേസിൽ 13 അംഗ ഭരണഘടനാ ബെഞ്ച് ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല എന്ന നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായ ഘടകങ്ങൾ മതനിരപേക്ഷത, ഫെഡറലിസം, സമത്വം, ഇതൊന്നും സാധാരണ നിലയിൽ ഭേദഗതി ചെയ്യാനാവില്ല. ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കാനാവും? അതാണ് കേന്ദ്ര ഗവൺമെന്റ് ചിന്തിക്കുന്ന കാര്യം. അതിനായി സുപ്രീം കോടതിയെ തന്നെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കണം. അതിനുതകുന്ന നടപടികളിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയിലെ നിയമനങ്ങൾ മുഴുവൻ തങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് നടത്താനാവണം. അതിനുള്ള നിർബന്ധം കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാം കാണേണ്ട മറ്റൊരു വസ്തുത, BJP മുന്നോട്ട് വെക്കുന്ന ഇത്തരം നയങ്ങൾ, ആ നയങ്ങളെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനാവുന്നുണ്ടോ? അത് പരിശോധിച്ചാൽ കോൺഗ്രസിനാവുന്നില്ല, കോൺഗ്രസിനാവില്ല എന്താണ് നാം കാണേണ്ടത്. ഇപ്പോൾ BJPയുടെയും കോൺഗ്രസിന്റെയും നയങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇപ്പൊ സാമ്പത്തിക നയം എടുത്താൽ ഒരേ സാമ്പത്തിക നയമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ BJP മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് കോൺഗ്രസിന് ഉണ്ടാകേണ്ടതായിട്ടില്ല. ഇപ്പൊ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ അജണ്ട, അതിനെ പ്രതിരോധിക്കാനുതകുന്ന രാഷ്ട്രീയ നിലപാടുകൾ കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ടോ? ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം എടുത്ത് പരിശോധിച്ചാൽ ഓരോ പ്രദേശത്തും ഓരോ തരത്തിലുള്ള സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് കാണാൻ കഴിയും. ഇപ്പോൾ മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനത്ത് ഗോവധം, ആ ഗോവധ നിരോധനം, അതിനെ പിന്തുണക്കുന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർ സ്വീകരിച്ചത്, കോൺഗ്രസ് സ്വീകരിച്ചത്. അത് പരസ്യമാണ്. അപ്പോ നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ മതനിരപേക്ഷ പ്രശ്നമായിട്ട് ഉയർന്നു വന്നതാണല്ലോ ബാബറി മസ്ജിദ് തകർത്തത്. അതിന്റെ അവസാനം രാമക്ഷേത്ര നിർമ്മാണത്തിലേക്ക് എത്തി. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞെന്താ, രാജീവ് ഗാന്ധിയുടെ കാലത്ത് ശിലാന്യാസത്തിന് അനുമതി നൽകിയാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കാനായത്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കല്ല, ഞങ്ങൾക്കാണ് എന്നാണ് കോൺഗ്രസ് പരസ്യമായി പറഞ്ഞ കാര്യം. അപ്പോ രാമക്ഷേത്ര നിർമ്മാണം എന്നതിന്റെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. ഇതാണ് ആ ഘട്ടത്തിൽ കോൺഗ്രസ് ഉയർത്തിയ വാദം. ഇവിടെ രാഷ്ട്രീയമായും BJPയെ പ്രതിരോധിക്കണമല്ലോ.
അതിനുതകുന്ന സാഹചര്യം അതേ രീതിയിൽ ഉപയോഗിക്കാനല്ല കോൺഗ്രസ് തയ്യാറാകുന്നത്. ഓരോ സംസ്ഥാനത്തിൻ്റെയും സാഹചര്യമനുസരിച്ച് BJP വിരുദ്ധ വോട്ടുകൾ കൂട്ടിയോജിപ്പിക്കുന്നതിലും വലിയ സംഘടിത നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്നാണ് രാജ്യത്തിൻ്റെ പൊതുവായ അനുഭവം. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, എല്ലാവരും ഉറപ്പിച്ചു BJP പരാജയപ്പെടും. പൊതുവിലുള്ള വികാരം തന്നെ അതാണ്. എല്ലായിടങ്ങളിലും എല്ലാവരും ഉറപ്പിച്ചത് കണക്കാക്കി. പക്ഷേ എന്താണ് സംഭവിച്ചത്? BJPക്കെതിരായിട്ടുള്ളവരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കണമല്ലോ. ആ കൂട്ടിയോജിപ്പിക്കാൻ തയ്യാറല്ല എന്ന സമീപനമാണ് കോൺഗ്രസ് എടുത്തത്. കോൺഗ്രസ് കണക്കാക്കി ഞങ്ങൾ ഇവിടെയെല്ലാം ജയിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് മറ്റുള്ളവരാരും വേണ്ട. അതിന് തരുന്നതല്ലേ പിന്നീട് കണ്ടത് BJPക്ക് ജയിച്ചു വരാൻ അവസരമുണ്ടാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ചിലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല മാറ്റങ്ങൾ പൊതുവെ സൃഷ്ടിക്കാനായല്ലോ. ഇതിൻ്റെ ഒരു യോജിച്ച അന്തരീക്ഷം വന്നപ്പോൾ ആ യോജിച്ച അന്തരീക്ഷം പിന്നീട് തുറന്നോ? ഇപ്പോൾ മഹാരാഷ്ട്ര, ഹരിയാന, അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യോജിപ്പിക്കേണ്ടവരെല്ലാം യോജിപ്പിച്ചില്ലല്ലോ. അത് സന്നദ്ധമായില്ലല്ലോ. അതിൻ്റെ ഫലം BJP ഗുണം കിട്ടിയല്ലോ. ഇപ്പൊ ഡൽഹിയില് BJPയെ ശക്തമായി നേരിടുന്ന പാർട്ടി ആം ആദ്മിയാണ്. ആ ആം ആദ്മി പാർട്ടിയോട് കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം എന്താ? ഏറ്റവും കടുത്ത എതിർപ്പ് ആം ആദ്മി പാർട്ടിയോട്. നേരത്തെ ഈ നിലപാട് സ്വീകരിച്ചതാണ്. രാജ്യം തന്നെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചതാണ്. എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല, കേസിൽപ്പെടുന്നില്ല എന്നെല്ലാം കോൺഗ്രസ്സുകാർ തന്നെ ചോദിച്ചൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ലോക്സഭയിൽ ഒന്നിച്ച് നിൽക്കുന്ന നിലയുണ്ടായി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ. ഇപ്പോൾ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നേരെ മറ്റൊരു നിലപാടാണ്. ആർക്കാണ് സഹായകരമാവുക? കോൺഗ്രസ് അവിടെ ജയിച്ചു വരുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ BJPയെ തകർക്കുന്നതിനുതകുന്ന സമീപനമല്ലാലോ സ്വീകരിക്കുന്നത്. ഫലത്തിൽ BJPയെ സഹായിക്കുന്ന നിലപാടിലേക്ക് എത്തില്ലേ? നമ്മുടെ സംസ്ഥാനത്തിന്റെ അനുഭവം പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇടതുപക്ഷത്തെ തകർക്കുന്നതിന്, ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയുമായി യോജിക്കുന്നതിന് ഒരു പ്രയാസവും കോൺഗ്രസ് ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അധികാരത്തിന് വേണ്ടി എന്ത് നിലപാടും സ്വീകരിക്കുക, അങ്ങനെയൊരു അധപ്പതനത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ BJPക്ക് ബദലാകാൻ പറ്റില്ല. നയപരമായി ഉറച്ച നിലപാടില്ല, വ്യത്യസ്ത നിലപാടുകളാണ്. നമ്മുടെ രാജ്യത്തെ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന സമീപനങ്ങളുടെ ഫാസിസ്റ്റ് സ്വഭാവം അത് കൃത്യമായി മനസ്സിലാക്കാൻ, അതിൻ്റെ അടിത്തറ എന്തെന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്താണ് നാം കാണേണ്ടത്. രാജ്യത്ത് മതനിരപേക്ഷ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ്. മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാതെ സമീപനം സ്വീകരിക്കണമല്ലോ. അതല്ലല്ലോ കോൺഗ്രസ് ചെയ്യുന്നത്. ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കി രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സർക്കാരിൻ്റെ ഇടപെടലുകളെയും ഇല്ലാതാക്കി ധനമൂലധന ശക്തികൾക്ക് എല്ലാ മേഖലയും തുറന്നു കൊടുക്കുക, ഇതാണ് BJPയുടെ നയം.
BJP തുടക്കം മുതലേ ഈ നയത്തിലാണ് നിന്നിരുന്നത്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊരു നയം രാജ്യത്ത് രൂപപ്പെട്ടു വന്നപ്പോൾ അന്ന് തന്നെ അതിനെ ജനസംഘം എതിർത്തിരുന്നു. ഇവിടെ ആഗോളവൽക്കരണ നയം അംഗീകരിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ സ്വതന്ത്ര കമ്പോളം എന്ന നയം സംഘപരിവാർ മുന്നോട്ട് വെച്ചിരുന്നു എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേറ്റുകളുടെ ലാഭത്തിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള നയം രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായും സാധാരണ ജനങ്ങളുടെ ജീവിതം നിസ്സഹമായി മാറും. കോർപ്പറേറ്റ് ശക്തികളെ കൂടുതൽ പീഡിപ്പിക്കുന്നു. അത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നയം വൻപിച്ച അസന്തുലിതാവസ്ഥയാണ് രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. ചെറിയ അസന്തുലിതാവസ്ഥയല്ല. നമ്മുടെ രാജ്യത്തെ സമ്പത്തിന്റെ 40% ഇവിടുത്തെ ജനസംഖ്യയുടെ 1% ഉടമസ്ഥയിലുള്ളതാണ്. 1% കയ്യിൽ 40% സമ്പത്ത്. നമ്മുടെ രാജ്യത്ത് ജനസംഖ്യയുടെ ഏറ്റവും താഴെയുള്ള 50% കൈവശം ആകെയുള്ള സ്വത്തിന്റെ 3% മാത്രമാണുള്ളത്. 50% പേരുടെ കയ്യിൽ. രാജ്യത്തെ ജനങ്ങൾ ദാരിദ്ര്യം വലിയത് അനുഭവിക്കുകയാണ്. 23 കോടി ജനങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു. വലിയ അസന്തുലിതാവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു. സമ്പത്തുള്ളവർ കൂടുതൽ സമ്പത്ത് നേടുന്നു, പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കുന്നു. ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനാണല്ലോ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനല്ല നടപടിയെടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ബജറ്റ് അതായിരുന്നു. ഇന്നിപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിന് എന്താ വന്നതെന്ന് ഇപ്പം നമുക്കറിയില്ല. പക്ഷേ വേറൊന്നും സംഭവിക്കാനില്ല. അതേ നില തന്നെ തുടരുകയാണ് ചെയ്യുക. വിദേശ കോർപ്പറേറ്റുകൾക്ക് 5% നേരത്തെ നികുതി കുറച്ചത്. രാജ്യത്തിലെ 60% പേർ ഉപജീവനം നടത്തുന്ന കാർഷിക വൃത്തി, അതിൽ കർഷകരുടെ പ്രധാന ആവശ്യമായിരുന്നു താങ്ങുവില നൽകുക എന്നുള്ളത്. തയ്യാറായിട്ടില്ല. രാസവള സബ്സിഡി എത്രയാ കുറച്ചത്? 24,894 കോടി രൂപ നിലവിലുള്ളതിൽ കുറവൊന്നും വരുത്തി. ഭക്ഷ്യ സബ്സിഡിയിലും വെട്ടിക്കുറവ് വരുത്തി. തൊഴിലുറപ്പ് പദ്ധതിയിലും നല്ല കുറവ്. അപ്പോ പാവപ്പെട്ടവർക്ക് സഹായകരമായ ഒരു നടപടിയും സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമല്ല. ജനദ്രോഹപരമായ നയങ്ങളാണ് നടപ്പാക്കുന്നത്. സ്വാഭാവികമായി ഈ ജനദ്രോഹ നയങ്ങളെ പ്രതിരോധിക്കാൻ ജനങ്ങൾ ഉയർന്നു വരുമല്ലോ. അപ്പോ അത്തരം ഘട്ടത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ഇതാണ് കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പൊ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് കടന്നു വരും. ആ പ്രക്ഷോഭം ജീവൽ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാനാവണം. അതിനാണ് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കുന്നത്. വർഗീയ സംഘർഷം, വർഗീയ കലാപം, ആളുകളുടെ ശ്രദ്ധ മുഴുവൻ ആ ഭാഗത്തേക്ക് ഒരു വല്ലാത്ത വിരോധപരമായ സമീപനം ഉണ്ടാക്കുക. അപ്പോ
നേരത്തെ പറഞ്ഞതുപോലെ കോർപ്പറേറ്റുകളുടെ നയങ്ങളും വർഗീയതയുടെ നിലപാടും അതൊരു പരസ്പര ബന്ധത്തിൽ നീങ്ങുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നയസമീപനം സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? രാജ്യത്തിന്റെ അനുഭവം പരിശോധിച്ചാൽ മതി. സാമ്പത്തിക നയങ്ങളും മതരാഷ്ട്രവാദങ്ങളും ഒരു നാണയത്തിന് രണ്ട് വശമാണ് എന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസിന് പറ്റുന്നില്ല. അവരെ സ്വന്തം നയമുണ്ട്. ഈ സാമ്പത്തിക നയം, ആഗോളവൽക്കരണ നയം, അതിന്റെ ഭാഗമായുള്ള നവോദാരവൽക്കരണ നയം, ആ നയത്തിന് തുടക്കം കുറിച്ചവര് ഇപ്പൊ രാജ്യത്താകെ ജനങ്ങൾക്കെതിരായി, അനുഭവത്തിൽ നിന്ന് അത് തെറ്റായിപ്പോയി എന്ന് ഉൾക്കൊള്ളുന്നുണ്ടോ? ഇപ്പോഴും അതേ നയത്തിലല്ലേ നിൽക്കുന്നത്. ഇന്ന് രാജ്യത്തുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ ഏതെങ്കിലും സംസ്ഥാനത്ത് കേന്ദ്രം നടപ്പാക്കുന്ന നയത്തിൽ നിന്ന് വ്യത്യസ്തമായ നയമാണോ നടപ്പാക്കുന്നത്? ഇതെല്ലാമാണ് നാം കണ്ടുപോകേണ്ട കാര്യം. അപ്പോൾ സമഗ്രമായ പ്രതിരോധം വളർത്തിയെടുക്കുക എന്നത് കോൺഗ്രസിന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോ കോൺഗ്രസിന് BJPക്ക് ബദലാവാൻ പറ്റുക എന്നത് സാധാരണഗതിയിൽ സാധിക്കുന്നതല്ല. BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് ശ്രമിക്കുന്നത് എന്നവർ തുടർച്ചയായി പറയുന്നുണ്ട്. പക്ഷേ നയസമീപനാണല്ലോ അതിൽ പ്രധാനം. അതിനുതകുന്ന നയസമീപനങ്ങളല്ല അവർ സ്വീകരിച്ചു പോകുന്നത്. ഇതാണ് നാം പ്രധാനമായും കാണേണ്ട കാര്യം. ഇപ്പൊ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ BJPക്കെതിരെ വോട്ട് ചെയ്യാൻ തയ്യാറായത് അവരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല, കൂടുതൽ കൂടുതൽ ജനദ്രോഹപരമായ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് BJPക്കെതിരെ വോട്ട് ചെയ്യാൻ തയ്യാറായത്. ഇപ്പൊ BJPക്ക് ബദലാവുക എന്ന് പറയുമ്പോൾ ഈ കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്താനാവണമല്ലോ. അതിന് കോൺഗ്രസ് എവിടെയെങ്കിലും തയ്യാറായിട്ടുണ്ടോ? കോൺഗ്രസിന് അത്തരമൊരു നിലപാടില്ലാലോ. ഇപ്പൊ ജനങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് നേതൃത്വം നൽകാൻ തയ്യാറാകുന്നത് രാജ്യത്തിന്റെ മൊത്തം സാഹചര്യം എടുത്താൽ കാണാൻ കഴിയുക ഇടതുപക്ഷം മാത്രമാണെന്നാണ്. എല്ലാ പ്രക്ഷോഭങ്ങളിലും ഇടതുപക്ഷം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ശക്തമായ കർഷക പ്രക്ഷോഭം നടന്നു, ഇടതുപക്ഷത്തിലുണ്ടായല്ലോ. തൊഴിലാളി സംഘടനകളുടെ പ്രക്ഷോഭങ്ങൾ നടന്നു, നല്ല കരുത്തോടെ പ്രക്ഷോഭങ്ങൾ നടന്നു, ഇടതുപക്ഷം ഉണ്ടായല്ലോ. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഇടതുപക്ഷം ഉണ്ടല്ലോ. മഹിളകൾ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പ്രക്ഷോഭങ്ങളുണ്ട്, ഇടതുപക്ഷം ഉണ്ടല്ലോ. അപ്പൊ ഇവയിലെല്ലാം ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം കാണാനുണ്ട്. എന്നാൽ കോൺഗ്രസിന് എവിടെയെങ്കിലും കാണാനുണ്ടോ? ഇപ്പൊ BJPയുടെ അഴിമതി, BJPയുടെ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണല്ലോ ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. അത് കൃത്യമായ നിലപാട് സ്വീകരിച്ചത് CPIM ആണല്ലോ. ഇപ്പൊ രാമക്ഷേത്ര നിർമ്മാണം നേരത്തെ പറഞ്ഞല്ലോ. അതിന് രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യം BJP ക്ഷണിച്ചല്ലോ. എങ്ങനെയാണ് ഇതിനെ തടയാൻ പറ്റിയത്? കൃത്യമായ നിലപാട് നമ്മുടെ ആ കാര്യത്തിൽ CPIM സ്വീകരിച്ചു ആദ്യമേ തന്നെ. CPIMന്റെ നിലപാടാണ് മറ്റു പലരെയും, ഇടതുപക്ഷ നിലപാടാണ് മറ്റു പലരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനിടയാക്കിയത്. അങ്ങനെയാണ് ഇന്ത്യ വേദിയിലുള്ള മറ്റ് പാർട്ടികളടക്കം
ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന നില വന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, BJPയുടെ ക്ഷണമനുസരിച്ച് എല്ലാവരും അവിടെ പോയ സാഹചര്യം വന്നാൽ മതനിരപേക്ഷ മുദ്രാവാക്യം പിന്നീട് മുന്നോട്ട് വെക്കുന്നതിന് വലിയ അർത്ഥം ഉണ്ടാവുമായിരുന്നു. വലിയ പരിഹാസമായ അന്തരീക്ഷം വരുമായിരുന്നില്ലേ? ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ എല്ലാ ഘട്ടത്തിലും CPM സ്വീകരിച്ച നിലപാടുണ്ട്. ആ നയസമീപനം രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ നമുക്ക് കഴിയുക. ഇപ്പൊ രാജ്യത്ത് ഉയർന്നു വരേണ്ട വ്യക്തമായ ബദൽ, ആ വ്യക്തമായൊരു ബദൽ നയം രാജ്യത്ത് രൂപപ്പെടുത്തണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷം കൂടുതൽ കരുത്ത് നേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കൽ ഏറ്റവും പ്രധാനമാണ് എന്നത് നാം കാണണം. ഇടതുപക്ഷം ശക്തിപ്പെടുമ്പോഴാണ് ജനാധിപത്യ ശക്തികളെ കൂടി BJPക്കെതിരെ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ അണിനിരത്താൻ കഴിയുക. അപ്പോൾ ഇടതുപക്ഷം ശക്തിപ്പെടുക എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമാണ് CPIMന്റെ കരുത്ത്. CPIMന്റെ സ്വതന്ത്ര ശക്തി നല്ല രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അതിന് ജനകീയ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഇടപെടൽ നല്ല നിലക്ക് നടത്താൻ നമുക്ക് കഴിയണം. അതോടൊപ്പം ഇന്ത്യ രാജ്യത്ത് തന്നെ ബദൽ നയം മുന്നോട്ട് വെക്കുന്ന കേരളത്തിലെ LDF സർക്കാർ, ആ സർക്കാരിനെ സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധ നിലപാടുകളെ തുറന്നു കാട്ടാൻ കഴിയണം. സംസ്ഥാനത്തിൻ്റെ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് ബദൽ നയങ്ങൾ നടപ്പാക്കുന്നവ ശരിയായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനും കഴിയേണ്ടതായിട്ടുണ്ട്. ഈ കാലത്ത് ലോകരംഗത്ത് വളരെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ലോകത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്ത്യ ലോകരാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ച ഒരു രാജ്യമായിരുന്നു. നമ്മുടെ ആയുധബലം കൊണ്ടോ സമ്പത്തിൻ്റെ ബലം കൊണ്ടോ ആയിരുന്നില്ല, നമ്മുടെ നയം കൊണ്ടായിരുന്നു അത്. ആ നയം സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. ഇത് ഇപ്പം നേരത്തെ പാലസ്തീൻ ജനതയുടെ പ്രശ്നത്തിൽ പാലസ്തീൻ ജനതയ്ക്ക് സ്വന്തമായ രാഷ്ട്രമെന്ന കാഴ്ചപ്പാട് നാം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് തന്നെ ഉയർത്തിപ്പിടിച്ചിരുന്നു. പാലസ്തീൻ ഐക്യദാർഢ്യം ആചരിച്ചതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഇസ്രയേലുമായുള്ള ബന്ധം വേണ്ടതില്ല എന്ന് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അതിലെല്ലാം മാറ്റം വന്നു. വിദേശ നയത്തിൽ വലിയ തോതിൽ വെള്ളം ചേർക്കുന്ന നിലപാട് കോൺഗ്രസ് തന്നെ നരസിംഹറാവുവിൻ്റെ കാലത്ത് സ്വീകരിച്ചു. പടിപടിയായി ചേരിചേരാ നയം ഉപേക്ഷിക്കുന്ന നില കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായി ഇടപെടുന്ന രീതിയാണ് പിന്നീട് വികസിപ്പിച്ചു വന്നത്.
ഇപ്പോൾ എവിടം വരെ എത്തി? അമേരിക്കയും ഇസ്രയേലുമായി വലിയ തോതിൽ ആയുധ വ്യാപാരം വർദ്ധിപ്പിക്കുന്ന നില വന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഉണ്ടായത്. ഇപ്പോൾ സാമ്രാജ്യത്വ ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് ബദലായി ലോകത്ത് നിലനിൽക്കുന്നത് സോഷ്യലിസമാണ്. മുതലാളിത്തത്തിന് ബദൽ സോഷ്യലിസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ ദുർബലപ്പെടുത്തുക, സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ തകർക്കുക, ഇതാണ് സാമ്രാജ്യത്വം സ്വീകരിക്കുന്ന നിലപാട്. അതിൻ്റെ ഭാഗമായി ചൈന ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ നേർക്ക് സമീപനങ്ങൾ സ്വീകരിക്കുകയാണ്. ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ കരുത്ത് ഇപ്പോ ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോഷ്യലിസത്തെ തകർക്കുക എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായാണ് ചൈനക്ക് നേരെയുള്ള നടപടികൾ സാമ്രാജ്യത്വം സ്വീകരിക്കുന്നത്. ചൈനയെ വാങ്ങി പിടിക്കുക, ആ ഒരു നിലപാടാണ് അമേരിക്കൻ സാമ്രാജ്യത്തിനുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള സൈനിക സഖ്യങ്ങൾ വലിയ തോതിൽ രൂപപ്പെടുത്തുകയാണ്. ഇവിടെ അമേരിക്കൻ പക്ഷപാതിത്വ വിദേശ നയം കോൺഗ്രസിന്റെ കാലത്ത് തന്നെ സ്വീകരിക്കാൻ തുടങ്ങി. BJP തീവ്രമായി ആ നയം നടപ്പാക്കുകയാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉൾപ്പെടെ അമേരിക്ക സ്വീകരിക്കുന്ന നയങ്ങളുണ്ട്. ആ നയങ്ങളെ പിന്തുണക്കുന്ന രീതിയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കൈക്കൊള്ളുന്നത്. ഇപ്പോൾ കോൺഗ്രസ് സാമ്രാജ്യത്വ സമീപനം നേരത്തെ കൈയൊഴിഞ്ഞു. ആ നയം കൂടുതൽ തീവ്രതയോടെ BJP നടപ്പാക്കുന്നു. ആഗോളവൽക്കരണ നയങ്ങൾ ലോകത്താകെ എല്ലാ രാജ്യങ്ങളിലും സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. അതിനെതിരെയുള്ള വിവിധങ്ങളായ അസംതൃപ്തി ലോകത്ത് വളർന്നു വരുന്നുണ്ട്. ശരിയായ ബദല് ഉണ്ടായാൽ മാത്രമേ ഈ അസംതൃപ്തിയെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റൂ. അല്ലെങ്കിൽ വളരുക വംശീയവാദങ്ങളാണ്, വലതുപക്ഷ രാഷ്ട്രീയമാണ് ശക്തിപ്പെടുക. അതും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇത്തരം നയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന സമീപനം, അതിൻ്റെ ഭാഗമായി രൂപം കൊള്ളുന്ന ഇത്തരം സംഘങ്ങളുണ്ട്. ആ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഇപ്പോൾ ലോക മുതലാളിത്തം സ്വീകരിക്കുകയാണ്. ഇപ്പോൾ വലതുപക്ഷവൽക്കരണം ലോകത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ അടിത്തറ ഈ നിലപാടാണ് എന്നത് നാം കാണണം. അമേരിക്ക ഈ ദിശയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ തെളിവാണ് ട്രംപിൻ്റെ അധികാരത്തിൽ വരവും തുറന്നുള്ള നടപടികളും. അടിസ്ഥാനപരമായി നയങ്ങൾ തമ്മിൽ വലിയ വ്യത്യസ്തയൊന്നും ഇല്ലെങ്കിലും ട്രംപ് മുന്നോട്ട് വെക്കുന്ന പല നിലപാടുകളും ലോകത്തെ പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പൊ സ്ത്രീകൾക്ക്, ട്രാൻസ്ജെൻഡറുകൾക്ക്, കുടിയേറ്റക്കാർക്ക് എല്ലാം എതിരായ
സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇത് ഇന്ത്യ അടക്കമുള്ള ഒട്ടേറെ രാജ്യങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതുമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ സർക്കാർ ഇവരുമായി നല്ല രീതിയിൽ കൈകോർത്ത് പോകാനുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇപ്പൊ ലോക മുതലാളിത്തം ലോകരംഗത്തുണ്ടാക്കുന്ന പ്രതിസന്ധിയുണ്ട്. അത് ജനങ്ങളിൽ വലിയ തോതിൽ അസംതൃപ്തി ഉണ്ടാക്കുകയാണ്. നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഭാഗമായി വംശീയതയും വർഗീയതയും എല്ലാം ഉയർന്നു വരുന്ന കാര്യം. ലോക സാമ്രാജ്യത്വം ഇത്തരത്തിൽ ഇടപെടുമ്പോൾ അതിനെതിരെയുള്ള മുന്നേറ്റങ്ങൾ ലോകത്ത് ഉണ്ടാകുന്നുണ്ട് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ചൈനക്കെതിരെ അമേരിക്ക വലിയ തോതിൽ കൊമ്പ് കോർക്കുമ്പോഴും സാമ്പത്തികമായി ചൈന കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഇപ്പൊ ചൈനയെ വളഞ്ഞു പിടിക്കാൻ ഉള്ള നയമാണ് അമേരിക്ക നടപ്പാക്കുന്നത്. പക്ഷേ വളരെ ഫലപ്രദമായി ലോക രാഷ്ട്രീയ രംഗത്ത് ഇടപെടുന്നതാണ് ഈ അടുത്ത കാലത്ത് ചൈനയുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്. ഇപ്പോൾ ലോകം ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ രാജ്യത്തിൻ്റെയും പരമാധികാരം അംഗീകരിക്കുക, യുദ്ധവിരുദ്ധമായ അന്തരീക്ഷം ലോകത്ത് രൂപപ്പെടുത്തുക. അത് ഒരു നയമായി പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് നടപ്പാക്കുന്നതിന്, പ്രായോഗികമാക്കുന്നതിനുള്ള ഇടപെടലുകൾ ചൈന നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇറാനും സൗദിയും തമ്മിൽ ദീർഘകാലമായി വലിയ വിദ്വേഷത്തിലായിരുന്നു. പക്ഷെ ചൈനീസ് ഇടപെടലാണ്, അവരുടെ ശ്രമമാണ് ഈ രണ്ടു കൂട്ടരെയും ഇന്നത്തെ കാലത്ത് യോജിപ്പിച്ച് നിർത്താൻ ഇടയാക്കിയത് എന്നത് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സാമ്പത്തിക രംഗം അഭിവൃദ്ധിപ്പെടുത്താൻ ചൈന ശ്രമിച്ചു വരുന്നുണ്ട്. അമേരിക്ക ഏകലോക ക്രമം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധം ലോകത്ത് വളർന്നു വരുന്നുണ്ട്. സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളോട് വലിയ പകയോടെയാണ് സാമ്രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ക്യൂബ ഒരു ചെറിയ രാഷ്ട്രമാണല്ലോ. ആ ക്യൂബക്കെതിരെ ഉള്ള ഉപരോധം ബൈഡന്റെ അവസാന നാളുകളിൽ എടുത്തു കളയാൻ തീരുമാനിച്ചു. ട്രംപ് വന്ന് ആദ്യമേ തന്നെ തീരുമാനിച്ചത് ഉപരോധം ശക്തിപ്പെടുത്താനാണ്. തുടർന്ന് ക്യൂബക്കെതിരെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന ആശങ്കയാണുള്ളത്. എല്ലാ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾക്കെതിരെയും ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. ഇപ്പൊ ലോകരംഗത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, റഷ്യയും ചൈനയും തമ്മിലുള്ള കൂട്ടുകെട്ട്, വ്യാപാര ബന്ധം. ഡോളറാണ് പലരും വ്യാപാര ബന്ധത്തിൽ ഉപയോഗിക്കാറ്. അതിന് പകരം പ്രാദേശിക നാണയം ഉപയോഗിക്കും എന്ന പ്രഖ്യാപനം, അതിൻ്റെതായ വിനിമയം, ഇതൊക്കെ വലിയ പ്രതികരണം ലോകരംഗത്തുണ്ടാക്കുന്നുണ്ട്. അപ്പോ റഷ്യ ഇപ്പോൾ സോഷ്യലിസ്റ്റ് രാഷ്ട്രമൊന്നും അല്ലല്ലോ. പക്ഷേ റഷ്യയെ തകർക്കാനുള്ള ഇടപെടലും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്.
ഇപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ലോകരംഗത്ത് ഉയർന്നു വരുന്നുവെന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നല്ല തോതിൽ ഇടതുപക്ഷ സഖ്യം ശക്തിപ്പെട്ടു വരികയാണ്. ബ്രസീൽ, ചിലി, ഹോണ്ടുറാസ്, നിക്കരാഗ്വ, കൊളംബിയ, ബൊളീവിയ, വെനിസുല ഇങ്ങനെ ഉള്ള രാജ്യങ്ങളിലെല്ലാം ഇടതുപക്ഷ ശക്തികളാണ് അധികാരത്തിലുള്ളത്. നമ്മുടെ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ആശയഗതികളെ ഉന്മൂലനം ചെയ്യാൻ പല വിധത്തിലുള്ള പരിശ്രമങ്ങളാണ് സാമ്രാജ്യത്വം നടത്തി വരുന്നത്. പക്ഷേ ലോകത്തെ ജനസംഖ്യയുടെ 1/5 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമുള്ള ഭരണത്തിന് കീഴിലാണ്. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ 3 അയൽ രാജ്യങ്ങൾ ചൈന, നേപ്പാൾ, ശ്രീലങ്ക കമ്മ്യൂണിസ്റ്റുകാരാണ് അധികാരത്തിലിരിക്കുന്നത്. ഇപ്പോൾ ലോക രാഷ്ട്രീയ രംഗത്ത് ജനകീയമായ സമീപനം വളർത്തിയെടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ലോക മുതലാളിത്ത ശക്തികൾ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ ഉന്മൂലനം ചെയ്യാൻ വലിയ തോതിൽ ഇടപെടുമെന്നതിന് നമ്മുടെ തന്നെ അനുഭവമുണ്ടല്ലോ. കേരളത്തിന് തന്നെ അനുഭവങ്ങളുണ്ടല്ലോ. ഇപ്പൊ ലോകരംഗത്ത് കമ്മ്യൂണിസത്തോട് ഒരു രീതിയിലും പൊരുത്തപ്പെടില്ല എന്ന നിലപാടാണ് സാമ്രാജ്യത്വത്തിനുള്ളത്. 57-ലെ EMS സർക്കാർ അട്ടിമറിക്കാൻ അമേരിക്കൻ മണമെത്തിയല്ലോ. ഇപ്പം നിഷേധിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അമേരിക്കൻ അംബാസഡറായിരുന്ന മൊയ്നിഹാൻ ഡേഞ്ചറസ് സ്പേസ് എന്ന പുസ്തകത്തിൽ ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചു. അപ്പോൾ കൊടുത്തയാൾ തന്നെ പറയുമ്പോൾ പിന്നെ ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആഗോളതലത്തിലുള്ള അജണ്ടയായി മാറുകയാണ് ഏത്? ലോകത്തിന്റെ ഒരു മൂലയിലുള്ള ഒരു ചെറിയ സംസ്ഥാനം കേരളം. ആ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നിരിക്കുന്നു, അതിനെ അട്ടിമറിക്കുക എന്നുള്ളത്. അത് ആഗോള സാമ്രാജ്യത്വത്തിന്റെ അജണ്ടയായി മാറി. അപ്പൊ ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദലുയർത്തുക, അത്തരമൊരു നയം സ്വീകരിക്കുക. അങ്ങനെ വരുമ്പോൾ ആ നയം രാജ്യത്താകമാനമുള്ള ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെയുള്ള പ്രതിരോധമായിട്ടാണ് മാറുക. അപ്പോ ആ സർക്കാരിനെ ദുർബലപ്പെടുത്തുക എന്നതും സ്വാഭാവികമായും ഇത്തരമൊരു അജണ്ടയുടെ ഭാഗമായി വരും. ഇപ്പൊ തൊഴിലാളി വർഗ രാഷ്ട്രീയം ശക്തി പ്രാപിക്കുമ്പോൾ എല്ലാ പിന്തിരിപ്പൻ ശക്തികളും ഒന്നായി ചേരും. അത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തന്നെ പ്രസ്താവിച്ചിട്ടുള്ള കാര്യമാണ്. കേരളത്തില് അത്തരത്തിലൊരു സഖ്യം വളർന്നു വരുന്നുണ്ട് എന്ന് കാണാതിരിക്കേണ്ടതില്ല. അവയെ പ്രതിരോധിക്കൽ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ മുന്നോട്ട് പോക്കിന് പ്രധാനമാണ്. പ്രചാരവേലകളെല്ലാം ഉണ്ടെങ്കിലും വലിയ തോതിലുള്ള ജനപിന്തുണ നിലനിൽക്കുന്നു എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതിൻ്റെ പ്രത്യക്ഷ തെളിവാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെ ചേലക്കരയിലെ വിജയം. പാലക്കാട് പോളിംഗ് കുറഞ്ഞിട്ടും വോട്ടിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഈ അഴിച്ചുവിടുന്ന പ്രചണ്ഡമായ പ്രചരണം മറ്റേതെങ്കിലും
പാർട്ടിക്കെതിരെയാണ് നടന്നെങ്കിൽ അതിന്റെ ഗതി എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. അടിസ്ഥാനപരമായ കാരണം, തകരാതിരിക്കുന്നതിന്റെ കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന്റെ ജനജീവിതത്തിൽ നേടിയെടുത്തിട്ടുള്ള വിശ്വാസ്യതയുണ്ട്. ജനങ്ങളോടൊപ്പം നിന്നതിൻ്റെ ബാക്കി പത്രമാണിത്. ജനകീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലൂടെയാണ് ഒരു കാലത്ത് ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ഈ നാടിനെ, കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാക്കി മാറ്റാൻ കഴിഞ്ഞത്. അത് ഇടതുപക്ഷത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. ഇന്നലത്തെ എക്കണോമിക് റിവ്യൂവിൽ സുസ്ഥിര വികസനത്തിൻ്റെ ഉദാത്തമായ മാതൃകയായി കേരളത്തെക്കുറിച്ച് പറയേണ്ടി വന്നതും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്നതും നാം കാണണം. കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭണത്തിലും പാർട്ടിയാണ് ഫലപ്രദമായി പങ്കെടുത്തിരുന്നത്. ജന്മിത്വത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തകർത്ത് ജനങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പാർട്ടിയാണ് ശക്തമായ നിലപാടെടുത്തിരുന്നത്. അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടാണ്, ശക്തമായി ഇടപെട്ടുകൊണ്ടാണ് പാർട്ടി പ്രവർത്തിച്ചിരുന്നത്. ഭരണം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന നിലയുമാണ് സ്വീകരിച്ചത്. സാധാരണ ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, അതിനുള്ള പദ്ധതികളാണ് ഓരോ ഘട്ടത്തിലും ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോഴെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. കുടുംബശ്രീ, തൊഴിലുറപ്പ്, സാമൂഹ്യ പെൻഷനുകൾ, പൊതുവിതരണ സമ്പ്രദായം, ഇതെല്ലാം ആരംഭിച്ചത് ഇടതുപക്ഷ സർക്കാരുകളാണ് എന്നത് നാം ഓർക്കണം. മിഷനുകളുടെ പ്രവർത്തനം, ആരോഗ്യമേഖലയിൽ വന്ന മാറ്റം, വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം, വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിലുണ്ടായ പുരോഗതി, അത്തരം നടപടികളെല്ലാം ഈ നിലപാട് ശക്തമായി തുടർന്നതിൻ്റെ ഭാഗം തന്നെയാണ്. അതിദാരിദ്ര്യം ഇല്ലാത്തൊരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതും ഇതേ നടപടിയുടെ ഭാഗം തന്നെയാണ്. രാജ്യത്താകെ നടന്ന PSC നിയമനങ്ങളുടെ 40% നമ്മുടെ കേരളത്തിലാണ് എന്നത് നാം കാണുന്നു. ഇപ്പോൾ തൊഴിലില്ലാത്ത യുവതയുടെ പ്രശ്നങ്ങളും ഗൗരവമായി തന്നെ എടുക്കുകയാണ്. നമുക്ക് പുതിയ നിക്ഷേപങ്ങൾ ആവശ്യമുണ്ട്. അതിന് പശ്ചാത്തല സൗകര്യ വികസനത്തിന് വലിയ ഊന്നൽ നൽകുകയാണ്. കിഫ്ബിയിലൂടെ 90,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഇതേവരെ നാം ഏറ്റെടുത്തിട്ടുള്ളത്. നാം കാണേണ്ടത്, കഴിഞ്ഞ കാലത്ത് 2016 പൂർത്തിയാകില്ല എന്ന് കണക്കാക്കി ഉപേക്ഷിച്ചു പോയ പദ്ധതികൾ, അതടക്കമുള്ള പദ്ധതികളാണ് നാം ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്നത്. കൊച്ചി ഇടമൺ പവർ ഹൈവേ, ഗെയിൽ പൈപ്പ് ലൈൻ, LPG ടെർമിനൽ, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്, കൊച്ചി മെട്രോ പൂർത്തീകരിച്ചത്, കണ്ണൂർ വിമാനത്താവളം, നമ്മുടെ ദേശീയപാതയുടെ വികസനം, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. നവകേരള സൃഷ്ടിക്കാനുള്ള പദ്ധതികളുമായി നാം മുന്നോട്ട് പോവുകയാണ്. അതിനെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ കേന്ദ്ര വിഹിതം തരില്ല, പദ്ധതികളും അനുവദിക്കില്ല. ഈ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ
അവരംഗീകരിച്ച പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ നൽകില്ല. ഇതാണ് അവർ സ്വീകരിക്കുന്ന നില. സംസ്ഥാന സർക്കാരിൻ്റെ ബദൽ നയങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അതിലൂടെ ജനങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ സർക്കാരിനെതിരെയുള്ള വികാരമാക്കി മാറ്റാൻ പറ്റുമോ? ആ ശ്രമവും അവർ നടത്തുകയാണ്. ഒരു ഭാഗത്ത് ഫണ്ട് അനുവദിക്കാതിരിക്കുക, സാമ്പത്തികമായ ഞെരുക്കമുണ്ടാക്കുക, സാമ്പത്തികമായ ഞെരുക്കത്തിന്റെ ഭാഗമായി സർക്കാരിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോ അത് സർക്കാരിനെതിരെയുള്ള വികാരമാക്കി മാറ്റാൻ കഴിയുമോ? ഇവിടെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വലിയ തോതിലുള്ള ഇടപെടൽ വൈജ്ഞാനിക സമൂഹ സൃഷ്ടിക്ക് വിഘാതം സൃഷ്ടിക്കുന്ന മട്ടിലുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യമാണ് പൊതുവെ നിലനിൽക്കുന്നത്. നമ്മുടെ പാർട്ടി കൂടുതൽ കരുത്തു നേടുക എന്നതാണ് ഈ ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത്. അതിൻ്റെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല. ഇത്രയുമാണ് ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമായി പറയാനുള്ളത്. അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.